സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. രണ്ടാമത്തെ വായന പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. യഹൂദ ജനതയുമായിട്ട് പൗലോസ്ലീഹ തൻ്റെ ദുഃഖം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ മനസ്സിൽ ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. അതിന് കാരണമായി പറയുന്നത്, നിങ്ങൾ യഹൂദ മക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പുത്രത്വവും ഉടമ്പടിയും വാഗ്ദാനങ്ങളും എല്ലാം നിങ്ങൾക്കുള്ളതാണ്. എന്തിനേറെ മഹത്വവും നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് പോലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ സത്യമാണ് പറയുന്നത്, വേജമല്ല പറയുന്നത്. ഇതെന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് തന്നെ സാക്ഷ്യം നൽകി പറയുന്നു, അവൻ കർത്താവായ യേശു ക്രിസ്തു സർവാധീശനാണ്, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ഒരുപക്ഷെ പൗലോസ്ലീഹായുടെ ജീവിതത്തിലെ പ്രസംഗ ചിന്ത മുഴുവനും ഇതുതന്നെയായിരുന്നു. അവൻ സർവാധീശനാണ്, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അവിശ്വാസം നിങ്ങൾക്ക് നന്മയ്ക്ക് കാരണമാകുമെങ്കിൽ, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് കൂടി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇത് നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ, നിങ്ങളുടെ അവിശ്വാസം നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിൽ നിന്ന് സ്വയം വിച്ഛേദിക്കപ്പെടാൻ തയ്യാറാണെന്ന് കൂടി പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഓർക്കണം, 8-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം കൂടി ഓർക്കണം, നമ്മൾ ചേർത്ത് വായിക്കണം. 8-ാം അധ്യായത്തിലെ 38-ാമത്തെ വാക്യം ആ അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ്. പൗലോസ്ലീഹ വെല്ലുവിളിക്കുന്നുണ്ട്, ആർക്ക് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയും? ഒന്നിനും ഈ ലോകത്തിലെ ഒരു പ്രലോഭനത്തിനും, ഒരു തിന്മയ്ക്കും, ഒരു വേദനയ്ക്കും, ഒരു പീഡനത്തിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അപ്പോൾ വ്യക്തമായൊരു സന്ദേശം യഹൂദജനക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സത്യമാണ് പറയുന്നത്, വേജമല്ല. അത് ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ് പറയുക. ആത്മാവിൽ പ്രചോദനായി പറയുകയാണ്, അവൻ സർവാധീശനാണ്, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സർവാധീശനായ, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൽ അഭയം തേടിക്കൊണ്ട് ഈ ബലി നമുക്ക് ആരംഭിക്കാം. ഒരുക്കമായിട്ട് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവേകശക്തനാം ദൈവമേ, ആദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, ആദനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ,
ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉദ്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏലിയ ഹൊറേബ് മലയിലെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടെ അരുൾ ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലകി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ അശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. 2-ാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രയേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്ന് ഉള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. ഹല്ലേലൂയ.
തിരുവചസിൻ ചുരുളഴിയുകയാ, തിരുഹിതമെൻ മനസ്സറിയുകയാ. തിരുവചസിൻ ചുരുളഴിയുകയാ, തിരുഹിതമെൻ മനസ്സറിയുകയാ. സുവിശേഷം പാതേയം ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൽ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം പാതേയം ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൽ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രി ആയപ്പോഴേക്കും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇത് അഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയും മൂന്നാമത്തെ വായനയും ഒരു മരുഭൂമി അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുക. ഏലിയ പ്രവാചകൻ ആഹാബിൻ്റെ ഭാര്യ ജസബേലിൻ്റെ വധഭീഷണി ഭയന്ന് ബെർഷബ മരുഭൂമിയിലൂടെ ഓടി ഹോറേബ് മലയിൽ അഭയം പ്രാപിക്കുന്നു. അവിടെ വെച്ചാണ് ഏലിയ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഈയൊരു മരുഭൂമി അനുഭവം ഏലിയായ്ക്ക് മാത്രമല്ല, പഴയ നിയമത്തിൽ പലരും ഇതുപോലെ മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിന് മുൻപ് 175 മുതൽ 163 വരെ അന്തിയോക്കസ് 4-ാമൻ രാജാവിൻ്റെ ഭരണകാലമായിരുന്നു. അദ്ദേഹം മതപീഡനം ആരംഭിച്ചപ്പോൾ മത്യാസും കുടുംബവും മരുഭൂമിയിലേക്ക് ഓടിപ്പോയതായിട്ട് മക്കബായരുടെ പുസ്തകത്തിൽ, ഒന്നാമത്തെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 28, 29 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്.
ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൗസേപ്പും മറിയവും ഹെറോദേസിനെ ഭയന്ന് ഉണ്ണിയേശുവിനെയും കൊണ്ട് മരുഭൂമി താണ്ടി ഈജിപ്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ 66 യഹൂദ ജനത റോമാക്കാർക്ക് എതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ 66 1-ാം നൂറ്റാണ്ടിൽ 66 യഹൂദ ജനത റോമാക്കാർക്ക് എതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ റോമിലെ ക്രിസ്ത്യാനികൾ ജോർദാൻ്റെ കിഴക്ക് പെല്ല എന്ന മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത് കർത്താവിൻ്റെ പ്രവചനമാണ്. മാർക്കോസ് ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം എടുത്ത് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത്, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ള നിങ്ങൾ മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോകുകയെന്ന്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ യൂദയായിലെ ജനങ്ങൾ മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത് 66 നിറവേറി. യുദ്ധം ആരംഭിച്ചപ്പോൾ റോമിലെ ക്രിസ്ത്യാനികൾ ജോർദാന് കിഴക്ക് പെല്ല എന്ന മലമ്പ്രദേശത്തേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഒരുപാട് മരുഭൂമി അനുഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. എടുത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഓസിയ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. ഓസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ അവളെന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയാണ്. എങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ വശീകരിച്ചത്? വശീകരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ണിറുക്കി കാണിച്ച് ചിരിച്ചു. അങ്ങനെയൊന്നുമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ വശീകരിക്കുക എന്ന് വെച്ചാൽ സഹനം പ്രദാനം ചെയ്യുക, സഹനവും ദുഃഖവും അവൾക്ക് കൊടുക്കുക. ഇതൊന്നുമില്ലാത്ത ജീവിതത്തിൽ ആരെങ്കിലും ദൈവത്തെ ഓർക്കുമോ? ദൈവത്തെ മറക്കാൻ ഏറെ സാധ്യതയുണ്ട്. ജീവിതം സംതൃപ്തമാണെങ്കിൽ, സമാധാനപൂർണമാണെങ്കിൽ എല്ലാവരും ദൈവത്തെ മറക്കും. അതുകൊണ്ടാണ് ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ് ഞാൻ അവളെ വശീകരിക്കും. വശീകരിക്കുന്നത് സഹനത്തിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെയാണ്. തീരാ ദുഃഖങ്ങൾ നൽകിക്കഴിയുമ്പോൾ അവൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയും. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇതിനു വേണ്ടിയാണ് നന്മ കൊണ്ട് നിറയ്ക്കുവാൻ. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനതയോട് ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് അന്യമായിരുന്ന മന്ന നൽകി ഞാൻ നിങ്ങളെ പരിപോഷിപ്പിച്ചു. എന്തിനു വേണ്ടി? നിങ്ങളെ നന്മയിലേക്ക് ആനയിക്കുവാൻ. നിങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലേക്ക് ആനയിച്ചത്. അപ്പോൾ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് എന്താണ്? എവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചറിയാൻ സാധിക്കുമോ അതാണ് മരുഭൂമി അനുഭവം. ഈ ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ദൈവത്തിൻ്റെ തണലിൽ കഴിയുക, ഇതാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്കാണ്. മരുഭൂമി അനുഭവം. ദൈവം നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കഷ്ടതയുടെ കാലങ്ങളിൽ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം വന്ന് നമ്മളെ കണ്ടുമുട്ടും. ഇതാണ് മരുഭൂമി അനുഭവം. ദൈവം ആരെയും എന്നേക്കുമായിട്ട് കൈവിട്ട് കളയില്ല. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനകളിൽ അവസാന നിമിഷം ദൈവം നമ്മിലേക്ക് കടന്നു വന്ന് നമ്മളെ കണ്ടുമുട്ടും. ഏലിയാ പ്രവാചകൻ ഭയന്ന് വിറച്ച് ബേർഷബ മരുഭൂമി താണ്ടി, ഇടയ്ക്ക് രാജാക്കന്മാരുടെ പുസ്തകം
ഒന്നാമത്തെ പുസ്തകം 19-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഏലിയാ പ്രവാചകൻ നിരാശനായിട്ട് മണ്ണിൽ കമഴ്ന്നു കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എനിക്ക് മടുത്തു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, എൻ്റെ പ്രാണനെ സ്വീകരിക്കുക, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് അദ്ദേഹം ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഇതാ ഇപ്പോൾ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് പിറകെ ആളോടുന്നു. അദ്ദേഹം ഓടുന്നു മരുഭൂമിയിലേക്ക്. അവസാനം തളർന്നു വീണിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, എനിക്ക് മടുത്തു, എൻ്റെ പ്രാണനെ സ്വീകരിക്കുക. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണിതെന്ന്. എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. ജീവിതത്തിൽ മടുപ്പ് തോന്നുമ്പോൾ കർത്താവേ മടുത്തു അങ്ങനെ പറയാനായിട്ട് തമ്പുരാനോടാണ് പറയേണ്ടത്, അല്ലാണ്ട് മറ്റുള്ളവരോടല്ല. എനിക്ക് മടുത്തു എന്ന് നമ്മൾ മറ്റു പലരോടും പറയും. പക്ഷെ തമ്പുരാൻ്റെ മുന്നിൽ വിശ്വാസപൂർവ്വം കർത്താവ് എനിക്ക് മടുത്തു, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും എന്ന് പറയുന്നിടത്ത് തമ്പുരാൻ നമ്മളെ കണ്ടുവിട്ടു. അതാണ് മരുഭൂമി അനുഭവം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കർത്താവ് ഹോറേബ് മലയിൽ കൊണ്ടുപോയി ആക്കുക. ഹോറേബ് മലയിൽ വെച്ചാണ് കർത്താവ് ഏലിയയെ കണ്ടുമുട്ടുന്നത്. അവിടെ ചെന്നു കർത്താവ് അവിടെ ചോദിച്ചു, ഏലിയ നീ എന്ത് ചെയ്യുന്നു എന്ന്. ഈ ഒരു ചോദ്യം കേൾക്കാൻ നമ്മളും ബാധ്യസ്ഥ. നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കഷ്ടതയുടെ ദുഃഖത്തിൻ്റെ നടുവിൽ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് വെറുതെ ഇരിക്കുന്നവനല്ല, നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതലുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും എൻ്റെയും ദുഃഖ നിമിഷങ്ങളിൽ ഒരു നേരം കർത്താവ് നമ്മിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഏലിയായുടെ മുന്നിൽ ഇട്ട് കൊടുത്തൊരു വലിയ ചോദ്യമാണ്. ഇത്രയും കഷ്ടങ്ങളുടെ, നഷ്ടങ്ങളുടെ, ദുഃഖത്തിൻ്റെ വേദനയുടെ നടുവിൽ ആരോരുമില്ലാത്ത അവസ്ഥയിൽ ഒരു ഗുഹയിൽ തനിച്ച് താമസിക്കുന്ന ഏലിയായോട് കർത്താവ് ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. വിശ്വാസമില്ലാത്തവനെ തെറിയും പറഞ്ഞു ഓടിക്കും. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷേ ഏലിയ പറഞ്ഞൊരു മറുപടിയുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങേ പ്രതിയുള്ള തീഷ്ണതയിൽ എൻ്റെ ആത്മാവ് കത്തിജ്വലിക്കുന്നു എന്നാണ് ഏലിയ പറഞ്ഞത്. ഇതാണ് യഥാർത്ഥ കണ്ടുമുട്ടൽ. തമ്പുരാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവനോട് ഏലിയ കൊടുത്ത മറുപടിയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങേ പ്രതിയുള്ള തീഷ്ണതയിൽ എൻ്റെ ആത്മാവ് കത്തിജ്വലിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും. ഇത് ജീവിതമാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുക. ഈ ലോകത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. ഈ ലോകത്തിൻ്റെ തിന്മകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. ഇത് തമ്പുരാൻ ഒഴിച്ചു തരില്ല. ഇതാണ് ഈ ലോകത്തിൻ്റെ കുരിശെന്ന്. ഈ ലോകത്തിൻ്റെ തിന്മകളാണ് ഏറ്റവും വലിയ കുരിശ്. നമുക്കറിയാം, നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു വലിയ കുരിശിൻ്റെ നടുവിലൂടെയാണ്. നമ്മളിപ്പോൾ ഒരു ഗുഹയിലാണ്. ഏലിയാ പ്രവാചകൻ ഒളിച്ചിരിക്കുന്ന പോലെ നമ്മളെല്ലാവരും വീടാകുന്ന ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ്. വീട്ടിലെവിടെയുമാവട്ടെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ ഒളിഞ്ഞിരിക്കുന്നവരാണ്. ആരെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് കർത്താവ് വരിക. ക്വാറൻറ്റൈനാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അകന്നിരുന്ന് ഒളിച്ചിരിക്കുന്നവരാണ്. ഏലിയാ പ്രവാചകനെ പോലെ തന്നെ ഒരു മരുഭൂമി അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. കർത്താവ് കടന്നു വരുന്നുണ്ട്, നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നുവെന്ന്. അങ്ങനൊരു ഉത്തരം കൊടുക്കാൻ ഏലിയാ പ്രവാചകനെ പോലെ അങ്ങനെ ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുക. ഏലിയാ പറഞ്ഞതുപോലെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളുക. അപ്പോൾ ഒരു കൂട്ടിന് കർത്താവിനെ ഏലിയ കടന്നു പിടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ സന്ദേശമാണ്, ഒരു മരുഭൂമി അനുഭവത്തിലേക്ക് നമ്മൾ വിളിക്കുന്നു. ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടരുത്. കർത്താവ് നമ്മളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഓസിയ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ വശീകരണം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ നടുവിലൂടെ അവളെ എൻ്റെ അടുത്തേക്ക് ഞാൻ അടുപ്പിക്കും. സഹനത്തിൻ്റെ താഴ്വരയിൽ നമ്മൾ ദൈവത്തെ ഉറ്റുനോക്കും. അവിടെയാണ് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കുക. അവിടെ ഞാൻ അവൾക്ക് നന്മ നേരും. അവളെ ഞാൻ കൈപിടിച്ച് വളർത്തും. അപ്പോൾ ഒരിക്കലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മരുഭൂമി അനുഭവം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന വിശ്വാസമുള്ളവന് എന്തിനേയും ഏതിനേയും
അതിജീവിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ജീവിതത്തിൽ നമ്മളൊന്നിനെയും ഭയപ്പെടരുത്. ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് ഭയപ്പെടേണ്ട. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ് ഭയപ്പെടേണ്ട എന്ന്. ഖലീൽ ജിബ്രാൻ്റെ മനോഹരമായ ഒരു കൊച്ചു കവിതയുണ്ട്, അനശ്വര കവിത എന്നാണ് പറയുക. നോക്കുകുത്തി എന്നാണ് കവിതയുടെ പേര്. കവിതയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞാൻ നോക്കുകുത്തിയോട് ചോദിച്ചു, ഇങ്ങനെ ഏറെക്കാലം തനിച്ച് ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ എന്ന്. നീ ഇങ്ങനെ തനിച്ച് ഏറെക്കാലം ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ എന്ന് നോക്കുകുത്തിയോട് ചോദിച്ചപ്പോൾ നോക്കുകുത്തി പറഞ്ഞത്, ഭയപ്പെടുത്തലിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് മടുപ്പ് തോന്നുന്നില്ല എന്നാണ്. അപ്പോൾ കവി പറയുന്നുണ്ട്, ഞാനും ചിലപ്പോഴേക്കത് അനുഭവിച്ചിട്ടുണ്ട് എന്ന്. തനിച്ചാണ്, ഒരു വിജനപ്രദേശത്ത് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു, ഭയമുണ്ട്, പക്ഷെ മടുപ്പ് തോന്നുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഭയപ്പെടുത്തലിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ഭയമുണ്ടാകും, പക്ഷെ ഭയം മാത്രമേ ഉള്ളൂ കൂട്ടിന്, വേറൊന്നുമില്ലാത്തപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട് മുച്ചൂട് കുളിച്ചാൽ പിന്നെ കുളിരില്ല എന്ന്. മൊത്തം ഭയമാണെങ്കിൽ ആ ഭയത്തിൽ നമ്മൾ ആശ്രയം കണ്ടെത്തും, അവിടെ ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് നോക്കുകുത്തി പറഞ്ഞത് ഭയപ്പെടുത്തലിൻ്റെ ആനന്ദം ഞാൻ അനുഭവിച്ച് അറിയുന്നു എന്ന്. എന്നിട്ട് പറയുന്നത്, ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരാളിനെ ഇങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റൂ എന്ന്. ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരാളിനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റും. ശരിയാണ്, നോക്കൂത്തി എന്ന് പറയുന്നത് ഉള്ളിൽ കാമ്പില്ല, വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ രൂപമാണ്. അപ്പോൾ ഖലീൽ ജിബ്രാൻ പറഞ്ഞു വെച്ചത്, ഉള്ളിൽ കാമ്പില്ലാത്ത വൈക്കോൽ കൊണ്ട് നിർമ്മിതമായ നോക്കുകുത്തികളാവരുത് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ കാമ്പില്ലാത്ത വൈക്കോൽ കൊണ്ട് നിർമ്മിതമായ നോക്കുകുത്തികളാണെങ്കിൽ നമ്മളെ പേടിപ്പിക്കുവാൻ ഭയപ്പെടുത്തലിൻ്റെ ഒടിയന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പോൾ ഉള്ളിൽ കാമ്പ് വേണം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഭയത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഉള്ളിൽ കാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തികച്ചും വ്യക്തിപരമാണ്. ആരുടെയൊക്കെ ഉള്ളിൽ കാമ്പുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷേ ഉള്ളിൽ കാമ്പില്ല എങ്കിൽ, പുറമെ വൈക്കോല് മാത്രമേ ഉള്ളൂ എങ്കിൽ, മോഹങ്ങളും മോഹഭംഗങ്ങളും സ്വപ്നങ്ങളും ആശകളും മാത്രം കൊണ്ട് തീർത്തൊരു ജീവിതമാണെങ്കിൽ അതാണ് വൈക്കോൽ കൊണ്ട് അർത്ഥമാക്കുക. അങ്ങനെ വൈക്കോൽ കൊണ്ട് നിർമ്മിതമായ ജീവിതമാണെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ ഭയപ്പെടുത്തലിൻ്റെ ഒടിയന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. ഈ 2 വർഷം മുൻപ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ധാർമ്മിക തത്വചിന്തകന്മാരൊരാളായ മർത്ത പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മൊണാർക്കി ഓഫ് ഫിയർ എന്നാണ്, ഭയാധിപത്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ പറയുന്നത് മനുഷ്യർ ഭൂരിപക്ഷവും ഭയത്തിന് അടിമകളാണ് എന്നാണ്. ഭയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, അത് രാഷ്ട്രീയ തലത്തിലായാലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലായാലും മതത്തിലായാലും, ഓർക്കണം, മതത്തിലായാലും ഭയപ്പെടുത്തി മനുഷ്യനെ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഭയമില്ലാതെ ജീവിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതിനുള്ളിൽ കാമ്പ് വേണം എന്ന് പറയുന്നു. വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന നാടകമുണ്ട്. അതിൽ അതിപ്രശസ്തമായ ഒരു വാചകമുണ്ട്. റോം ആട്ടിൻപറ്റമല്ലാത്തിടത്തോളം കാലം സീസറിന് ചെന്നായ ആകാൻ പറ്റില്ല എന്ന്. വാചകം ഇതാണ്: റോം ആട്ടിൻപറ്റമാകാത്തിടത്തോളം കാലം
സീസറിന് ചെന്നായാകാൻ പറ്റില്ല. പലപ്പോഴും ജനത്തിൻ്റെ ആടുകളിയാണ് ചെന്നായ്ക്കൾക്ക്, ഒടിയന്മാരായ ചെന്നായ്ക്കൾക്ക് രൂപം കൊടുക്കുക. പക്ഷേ ഈ ആടുകൾ കടുവാകളി ആരംഭിച്ചാൽ പിന്നെ ചെന്നായ്ക്കളുണ്ടാവില്ല, ചെന്നായ്ക്കൾ ഓടിപ്പോകും. അപ്പം ജീവിതത്തിൽ ഭയപ്പാടുകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ കാറ്റിലും കോളിലും പെട്ട് ഈ വള്ളം മുങ്ങിപ്പോകുമെന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ പതറിപ്പോകും. പക്ഷെ പ്രതികരിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് വില്യം ഷേക്സ്പിയർ പറയുന്നത്, ആട്ടിൻപറ്റമായി കഴിഞ്ഞാൽ സീസർ ചെന്നായയാകും, പിടിച്ചു തിന്നില്ലാത്ത. പക്ഷെ ആടുകളെന്ന് പ്രതികരിക്കാൻ തുടങ്ങിയാലോ, ആടുകൾ കടുവാകളി ആരംഭിച്ചാൽ ചെന്നായി ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കടുവാകളി ആരംഭിക്കണമെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം. തനിച്ച് നമുക്കൊന്നും പറ്റില്ല. ഇവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ എന്ത് ആയിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നോക്കുകുത്തിയാണ്, വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ഒരു നോക്കുകുത്തി. ഈ നോക്കുകുത്തി ഇങ്ങനെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഒരു കാമ്പിൻ്റെ അംശം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ആയിരിക്കുക. നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നതും ഒരു കാമ്പിൻ്റെ അംശം നിങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വെറും നോക്കുകുത്തികളാവരുത്. നോക്കുകുത്തികളായിക്കഴിഞ്ഞാൽ നമ്മൾ കാറ്റിലും കോളിലും പെട്ട് നമ്മുടെ വള്ളം മുങ്ങിപ്പോകും. ഇവിടെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഭയപ്പെടേണ്ട, കർത്താവിൽ കേന്ദ്രീകൃതം. ഏത് പ്രതിസന്ധിയിലും കൈവിട്ട് കളയരുത് കർത്താവിനെ. വിശ്വാസമില്ലാത്ത മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ച് കളയും. ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിശ്വാസിയാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒത്തിരി നടത്തും. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവ് എൻ്റെ അടുത്തേക്ക് കടന്നു വരും. എന്നെ കണ്ടുമുട്ടുമെന്ന ഒരു മരുഭൂമി അനുഭവം നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം പ്രതിസന്ധി കാലഘട്ടത്തിൽ. ഇപ്പം ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുന്ന ഏലിയാ പ്രവാചകനെ പോലെ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കർത്താവ് കടലിന് മീതെ നടന്ന് യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരാൻ എന്നെ കൂടി ഒന്ന് അനുവദിക്കുകയെന്ന് കർത്താവ് പറഞ്ഞു, വരിക. ഒരു കാമ്പില്ലാത്ത പറച്ചിലായിരുന്നു കേട്ടോ അത്, ഉള്ളിൽ കാമ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിൽ താഴ്ന്നു പോയത്. അപ്പോൾ യേശുവിനെ ലക്ഷ്യമാക്കി നടന്നിരുന്നുവെങ്കിൽ മറ്റെല്ലാം പിന്നിലാക്കി ഈ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്രോസ് അറ്റം വരെ നടന്നു പോകുമായിരുന്നു. യേശുവിനെ ലക്ഷ്യമാക്കി നടന്നുവെങ്കിലും പക്ഷേ പത്രോസ് ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് പോയി. കാറ്റിനെക്കുറിച്ചോർത്തു, കടലിനെക്കുറിച്ചോർത്തു, എല്ലാം ഓർത്തു വന്നപ്പോൾ സംഗതി താഴേക്ക് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ നോക്കുകുത്തികളല്ല. നമ്മളിൽ കാമ്പുണ്ട്. നമ്മളെ ഭയപ്പെടുത്താൻ ആർക്കുമാവില്ല. ഭയപ്പെടുത്തലിൻ്റെ ഒടിയന്മാർ തിമിർത്താടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഭയപ്പെടുത്താനാവില്ല. കർത്താവ് 1000 വട്ടം നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന്. അങ്ങനെ പറയുന്ന കർത്താവിന് ശ്രവിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം, ഏലിയായ്ക്കുണ്ടായ അനുഭവം, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ മരുഭൂമിയിലേക്ക് പോയ മനുഷ്യർക്കൊക്കെ ഉണ്ടായ അനുഭവം, മത്താത്യാസിന് കുടുംബം ഉണ്ടായ അനുഭവം, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ 66 ഓടിപ്പോയ ക്രിസ്ത്യാനികളുടെ അനുഭവമൊക്കെ നമുക്ക് പാഠമാകണം. അന്നത്തെ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ കാമ്പുണ്ടായിരുന്നു. അവർ ആടുജീവിതം നയിച്ചവരല്ല, അവർ കടുവ കളിച്ചവരാണ്. അതുകൊണ്ടാണ് രക്തസാക്ഷികളുണ്ടായത്. അവരെതിർത്തു, പ്രതികരിച്ചു. ഉള്ളിൽ കാമ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതിന് കൊടുക്കേണ്ടത് ജീവൻ വിലയായി കൊടുത്തെങ്കിലും അവർ പ്രതികരിച്ചതുകൊണ്ടാണ് പല ചെന്നായ്ക്കളും ഓടിമറഞ്ഞത്. നമ്മൾ ആടുജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഒരുപാട് ചെന്നായ്ക്കൾ നമുക്ക് ചുറ്റുമുണ്ടാകും, നമ്മളെ തിന്നൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കുകുത്തിയുടെ ജീവിതം വേണ്ട. നോക്കുകുത്തി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടാകണം. ആടുജീവിതം വേണ്ട. സാഹചര്യങ്ങളോട് പ്രതികരിച്ച് കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ രണ്ടാമത്തെ വായന, അവസാനത്തെ വാചകം,
അവിടുന്ന് സർവാധീശനാണ്, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അവനോടൊപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസമേറ്റ് പറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സ്വലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം തിരുമനസ്സാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങേ സഭയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ലോക ജനതയെ മുഴുവനും ഐക്യത്തിലും ശാന്തിയിലും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, അങ്ങയുടെ സ്നേഹവും സമാധാനവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, രോഗവും ഏകാന്തതയും മൂലം ശാരീരികവും മാനസികവുമായ വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, പ്രകൃതി ദുരന്തം മൂലവും അപകടങ്ങൾ മൂലവും ദുരിതത്തിലും വേദനയും കഴിയുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണം. പിതാവേ, ഈ ദുരന്തകാലത്ത് ജീവൻ വെടിഞ്ഞ് അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാ മക്കളെയും അങ്ങേ സ്വർഗീയ ഭവനത്തിലേക്ക് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ഇനിയും കണ്ടെത്താനാവാതെ കഴിയുന്ന മണ്ണിനടിയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും വേഗത്തിൽ കണ്ടെത്തുവാനുള്ള കൃപാവരം അതന്വേഷിക്കുന്നവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ഈ ലോകവും അങ്ങയുടെ ജനങ്ങളും അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഓസിയാ പ്രവാചകൻ പറയുന്നത് പോലെ ഒരു വശീകരണമായിട്ട് കാണാനുള്ള വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. എന്നിരുന്നാലും ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഒരു മരുഭൂമി അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരും. ഞങ്ങളുടെ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ വേദനയുടെ നടുവിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ള വിശ്വാസ ചൈതന്യത്തിൽ ഈ ലോക പ്രതിസന്ധി അതിജീവിക്കാനുള്ള ചൈതന്യം, അതിജീവനത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിനും പ്രദാനം ചെയ്യണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
അപ്പവും വീഞ്ഞുമെൻ കൈകളിലേ പുണ്യമാമേ തിരു സന്നിധിയിൽ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേ പുണ്യമാമേ തിരു സന്നിധിയിൽ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ പൊന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ പൊന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമേ തിരു സന്നിധിയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങയ്ക്ക് സമർപ്പിക്കുവാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുനാഥൻ മനുഷ്യ അവതാരം വഴി പഴയ മനുഷ്യന് പുതുജീവൻ നൽകി. പീഡാസഹനം വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. പുനരുത്ഥാനം വഴി നിത്യായുസ്സിലേക്ക് മാർഗം തെളിച്ചു. സ്വർഗാരോഹണം വഴി സ്വർഗകവാടം വീണ്ടും ഞങ്ങൾക്ക് തുറന്നു തന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യമാ. ഹോസാന ഹോസാന
അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും
അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു അങ്ങ് അപ്പോസ്തലന്മാരോട് ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട്, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകിയിടമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടനായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം! ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടനായി എന്നും യേശുവേ. ഒരു നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറവാർന്നൊരനുഭവമായി. എന്തോരാനന്ദം, എന്തോരാനന്ദം! ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടനായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറുടനെ ചേർത്തണച്ചു.
ലഭിച്ചു എന്തൊരാനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട് അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലങ്ങിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യം ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.